ഹായ് 6ാം ക്ലാസ്സുകാരെ, വെൽക്കം ടു സ്റ്റഡി ത്രില്ലർ. നമ്മൾ ഇന്ന് മാത്സിലെ വോളിയം എന്നുള്ള ചാപ്റ്ററിലെ 43ാമത്തെ പേജിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. എ ട്രക്ക് ഈസ് ലോഡഡ് വിത്ത് സാൻഡ് 4 meter long, 2 meter wide and 1 meter high. The price of 1 cubic meter of sand is 1000 rupees. What is the price of this truck load? ഒരു ട്രക്ക് ഉണ്ട്. ആ ട്രക്കിൽ സാൻഡ് ആണ് ലോഡ് ചെയ്തിരിക്കുന്നത്. മണൽ നിറച്ച ഒരു ട്രക്ക് ഉണ്ട്. മണൽ നിറച്ചിരിക്കുന്നത് 4 മീറ്റർ നീളത്തിലും 2 മീറ്റർ വീതിയിലും 1 മീറ്റർ ഉയരത്തിലുമാണ്. ദ പ്രൈസ് ഓഫ് 1 cubic meter ഓഫ് സാൻഡ് ഈസ് 1000 rupees. 1 cubic meter മണലിന്റെ വില 1000 രൂപയാണ്. അങ്ങനെയെങ്കിൽ ഈ ട്രക്ക് ലോഡിന്റെ ടോട്ടൽ വില എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടോട്ടൽ സാൻഡ് എത്രയുണ്ടെന്നാണ്. അതായത് ഇതിന്റെ വോളിയം കണ്ടുപിടിക്കുക. ട്രക്ക് ലോഡിന്റെ ലെങ്ത് 4 മീറ്റർ, വിഡ്ത്ത് 2 മീറ്റർ, ഹൈറ്റ് 1 മീറ്റർ. അത്രയും മണൽ അതിനകത്തുണ്ട്. അപ്പോൾ ലോറിയുടെ വോളിയം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മണലിന്റെ അളവ് നമുക്ക് കിട്ടും. ആദ്യം ലെങ്ത് 4 മീറ്റർ, ബ്രെഡ്ത്ത് 2 മീറ്റർ, ഹൈറ്റ് 1 മീറ്റർ. വോളിയം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ 4 × 2 × 1, ആൻസർ 8 എന്ന് കിട്ടും. ഇവിടെ ലെങ്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും ഹൈറ്റിൻ്റെയും യൂണിറ്റ് മീറ്റർ ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വോളിയത്തിൻ്റെ യൂണിറ്റ് ആയിട്ട് മീറ്റർ ക്യൂബ് എഴുതുക. നേരത്തെ സെൻറ്റിമീറ്റർ ഉപയോഗിച്ചെടുത്തൊക്കെ സെൻറ്റിമീറ്റർ ക്യൂബ് എഴുതിയില്ലേ? അതുപോലെ യൂണിറ്റ് മീറ്റർ ആകുമ്പോൾ ലെങ്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെ ഒക്കെ യൂണിറ്റ് മീറ്റർ ആകുമ്പോൾ വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് ആകും. ഇനി നോക്കിയേ, പ്രൈസ് ഓഫ് 1 cubic meter. 1 cubic meterന്റെ വിലയാണ് 1000 രൂപ. നമുക്കിപ്പോൾ മൊത്തം എത്ര ക്യൂബിക് മീറ്റർ ഉണ്ട്? 8 cubic meter ഉണ്ട്. അപ്പോൾ ടോട്ടൽ ലോഡിന്റെ വില അറിയണമെങ്കിൽ 1 cubic meterന്റെ വിലയായ 1000നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ അല്ലേ? 1 cubic meterന്റെ വിലയാണ് 1000 രൂപ. 2 cubic meter ആകുമ്പോൾ 2 × 1000. 3 cubic meter ആകുമ്പോൾ 3 × 1000. ഇവിടെ നമുക്ക് 8 ആയതുകൊണ്ട് 8 × 1000, അതായത് 8000 രൂപ. ട്രക്ക് ലോഡിന്റെ ടോട്ടൽ പ്രൈസ് ആണ് 8000 രൂപ. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വോളിയം ഇൻ ക്യൂബിക് സെന്റിമീറ്റേഴ്സ് ഓഫ് എ പ്ലാറ്റ്ഫോം 6 meter ലോങ് ആൻഡ് 1 meter വൈഡ് ആൻഡ് 15 centimeter ഹൈ? ഒരു പ്ലാറ്റ്ഫോമിന്റെ വോളിയം കണ്ടുപിടിക്കുക. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 മീറ്റർ, വിഡ്ത്ത് 1 മീറ്റർ, ഹൈറ്റ് 50 centimeter. കണ്ടുപിടിക്കേണ്ടത് ക്യൂബിക് സെന്റിമീറ്ററിലാണ്. ക്യൂബിക് സെന്റിമീറ്റർ എന്ന് അവരെടുത്ത് പറഞ്ഞതിന്റെ കാര്യം ഇവിടെ യൂണിറ്റുകൾ മാറ്റി തന്നിട്ടുണ്ട്. ലെങ്ത് 6 മീറ്റർ, അത് മീറ്ററിലാണ് തന്നിരിക്കുന്നത്. വിഡ്ത്ത് 1 മീറ്റർ, അതും മീറ്ററിൽ തന്നെയാണ്. പക്ഷെ ഹൈറ്റ് കണ്ടോ, 50 centimeter എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 യൂണിറ്റുകൾ മീറ്ററിലും 1 യൂണിറ്റ് സെന്റിമീറ്ററിലുമാണ്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും, മീറ്റർ ക്യൂബിൽ കണ്ടുപിടിക്കണോ സെന്റിമീറ്റർ ക്യൂബിൽ കണ്ടുപിടിക്കണോ? അപ്പോൾ ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുണ്ട് സെന്റിമീറ്റർ ക്യൂബിലാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടില്ലേ? വാട്ട് ഈസ് ദ വോളിയം ഇൻ ക്യൂബിക് സെന്റിമീറ്റർ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ലെങ്ത് എന്ന് പറയുന്നത് 6 മീറ്റർ ആയിരുന്നു. 6 മീറ്റർ നമുക്ക് സെന്റിമീറ്റർ ആക്കുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? 1 മീറ്റർ 100 centimeter അല്ലേ? അപ്പോൾ 6 മീറ്റർ എത്രയാണ്? 600 centimeter. സോ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 1 മീറ്റർ ആണ്, അതായത് 100 centimeter ആണ്. ഹൈറ്റ് 50 centimeter. ഇനി വോളിയം കണ്ടുപിടിക്കാമല്ലോ, സിമ്പിളായിട്ട് കണ്ടുപിടിക്കാമല്ലോ. ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. 600 × 100 × 50 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 30 lakh എന്ന് കിട്ടും. 30 lakh centimeter ക്യൂബാണ് പ്ലാറ്റ്ഫോമിൻ്റെ വോളിയം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. What is the volume of a piece of wood which is 5 meter long, 1 meter wide and 25 centimeter high? The price of 1 cubic meter of wood is 60,000. What is the price of the piece of wood? What is the volume of a piece of wood? ഒരു piece of wood, ഒരു തടി കഷ്ണത്തിന്റെ വോളിയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് ലെങ്ത് തന്നിട്ടുണ്ട് 5 മീറ്റർ, വിഡ്ത്ത് 1 മീറ്റർ, ഹൈറ്റ് 25 centimeter. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ലെങ്തും വിഡ്ത്തും മീറ്ററിലും ഹൈറ്റ് സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. യൂണിറ്റ് വ്യത്യാസമുണ്ട്. ദ പ്രൈസ് ഓഫ് ക്യൂബിക് മീറ്റർ. 1 cubic meter തടിയുടെ വില, തടികഷ്ണത്തിന്റെ 1 cubic meter തടികഷ്ണത്തിന്റെ വിലയാണ് 60,000. അങ്ങനെയെങ്കിൽ ടോട്ടൽ പ്രൈസ് എത്ര? 1 cubic meterന്റെ പ്രൈസ് അല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വോളിയം കണ്ടുപിടിക്കേണ്ടത് ക്യൂബിക് മീറ്ററിലാണ്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം ലെങ്ത് നോക്കിയേ. ലെങ്ത് 5 മീറ്റർ, അതായത് എത്ര സെന്റിമീറ്റർ ആണ്? 500 centimeter. വിഡ്ത്ത് 1 മീറ്റർ ആണ്, അതായത് 100 centimeter എന്ന് കിട്ടും. ഹൈറ്റ് 25 centimeter. വോളിയം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 3 മൾട്ടിപ്ലൈ ചെയ്യുക. 500 × 100 × 25. അത് ചെയ്യുമ്പോൾ നമുക്ക് 12,50,000, 12,50,000 centimeter ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, സെന്റിമീറ്റർ ക്യൂബാണ്. സെന്റിമീറ്റർ ക്യൂബിനെ നമുക്ക് മീറ്റർ ക്യൂബിലേക്ക് മാറ്റണം. സെന്റിമീറ്റർ ക്യൂബിനെ മീറ്റർ ക്യൂബിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 10 lakh centimeter ക്യൂബാണ്, അതായത് 1 ഉം 6 0. ഇതാണ് 1 മീറ്റർ ക്യൂബ്. എത്രയാണ്? 10 lakh centimeter ക്യൂബാണ് 1 മീറ്റർ ക്യൂബ്. അങ്ങനെയെങ്കിൽ 2 മീറ്റർ ക്യൂബ് എത്ര ആയിരിക്കും? 2 × 10 lakh, അതായത് 20 lakh. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെയ്യേണ്ടത് എന്താ? സെന്റിമീറ്റർ ക്യൂബിനെ മീറ്റർ ക്യൂബിലോട്ട് മാറ്റുകയല്ലേ. മീറ്റർ ക്യൂബിൽ കിടക്കുന്നതിന് സെന്റിമീറ്റർ ക്യൂബിലോട്ടാണ് മാറ്റേണ്ടതെങ്കിൽ 10 lakh കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി സെന്റിമീറ്റർ ക്യൂബിലുള്ളതിനെ മീറ്റർ ക്യൂബിലേക്കാണ് മാറ്റേണ്ടതെങ്കിൽ 10 lakh കൊണ്ട് ഡിവൈഡ് ചെയ്യുക.
ഓക്കെ ആണേ. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന 12,50,000 10 ലാഖ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 4 സീറോ കട്ട് ചെയ്ത് കളയാം. പിന്നെ ഒരു 2 പ്ലേസ് കൂടിയുണ്ട്, അത് മാറ്റി നമുക്ക് ഡോട്ട് ഇട്ട് കൊടുക്കാം. അതായത് 1.25 മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. 1.25 മീറ്റർ ക്യൂബാണ് വോളിയം. അതായത് നമുക്ക് സെന്റിമീറ്റർ ക്യൂബിൽ കിട്ടിയ വോളിയത്തിന് 10 ലാഖ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് മീറ്റർ ക്യൂബ് ആക്കി, അത്രേ ഉള്ളൂ. ഇനി നോക്കിയേ, പ്രൈസ് ഓഫ് 1 ക്യൂബിക് മീറ്റർ ഓഫ് വുഡ്. 1 ക്യൂബിക് മീറ്റർ വുഡിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 60,000, 60,000 രൂപ. നമുക്കിവിടെ മൊത്തം എത്ര ക്യൂബിക് മീറ്റർ ഉണ്ട്? 1.25 മീറ്റർ ക്യൂബ് ഉണ്ട്. 1.25. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 60,000-നെ 1.25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ടോട്ടൽ പ്രൈസ് ഈക്വൽ 1.25 ഇൻറ്റു 60,000. 1.25 ഇൻറ്റു 60,000 എന്നുള്ളത് ഡെസിമൽ നമ്പർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തെറ്റാതിരിക്കാൻ ഒരു കാര്യം ചെയ്യുക. 1.25 എന്നുള്ളതിനെ എന്ത് ചെയ്യാം? 125/100 എന്ന് എഴുതാം. 125/100, അതായത് 2 സീറോസ്, 2 പ്ലേസ് മാറ്റിയില്ലേ നമ്മൾ ഡോട്ട് ഇട്ടിരുന്നേ, അതുകൊണ്ട് താഴെ 1ഉം 2 സീറോ ഇട്ട് കൊടുക്കുക. ഓക്കെ, 1.25 എന്നുള്ളത് എങ്ങനെ എഴുതി? 125/100 എന്ന് എഴുതി, ഇൻറ്റു 60,000, എന്നിട്ട് അതിനെ 60,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ചെയ്യേണ്ടത് നോക്കിയാൽ താഴെ 2 സീറോ, 100ന്റെ 2 സീറോയും കട്ട് ചെയ്യുക, അതുപോലെ 60,000-ന്റെ 2 സീറോയും കൂടെ കട്ട് ചെയ്യുക. ഇപ്പോൾ എത്രയായി? 125 ഇൻറ്റു 60. അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. 125 ഇൻറ്റു 60 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 75,000 കിട്ടും. 75,000 രൂപ. 75,000 രൂപയാണ് തടിക്കഷ്ണത്തിൻ്റെ ആകെ വില. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ 43-ാമത്തെ പേജിലുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്.